നമസ്കാരം. ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള രോഗങ്ങളാണ് ത്വക്കിനെ ബാധിക്കുന്നത്. എക്സിമ എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് സുൽത്താൻ ബത്തേരി ചുങ്കം റേഡിയൻറ്റ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നിമ്മി തോമസ് ആണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടറിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള രോഗങ്ങൾ ത്വക്കിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ എക്സിമ എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് എക്സിമ എന്ന് പറയുന്നത്? എക്സിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലിപ്പുറമെ ചർമ്മത്തിൽ വരുന്ന ഒരു അലർജി ആണ് എക്സിമ എന്ന് പറയുന്നത്. എക്സിമ എന്ന പദം ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എന്ന് വെച്ചാൽ എക്സീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. മീൻസ് ടു ബോയിൽ ഔട്ട്. അതായത് എക്സിമ വരുന്ന ആദ്യഘട്ടങ്ങളിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ചർമ്മത്തിൽ തടിപ്പ്, ചുവന്ന പാടുകൾ, ചൊറിച്ചിൽ, അത് പിന്നെ കൊമളകളായിട്ട് പൊട്ടിയൊലിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടായിരിക്കും ടു ബോയിൽ ഔട്ട് എന്ന പദം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ ചൊറിഞ്ഞു പൊട്ടുന്ന ആ സമയത്ത് ഇതിന് വേദന അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? യൂഷ്വലി ഈ എക്സിമ പല തരമുണ്ട്. അപ്പോൾ ആ അക്യൂട്ട് സ്റ്റേജിൽ, അതായത് ഇനീഷ്യൽ സ്റ്റേജസിൽ ആ പൊട്ടിയൊലിക്കുന്ന അവസ്ഥ വരുമ്പോൾ ചിലർക്ക് വേദന അനുഭവപ്പെടാം. പിന്നെ ഇൻഫെക്റ്റീവ് എക്സിമ എന്ന് പറഞ്ഞ ഒരു തരം എക്സിമയാണ്, അതിലും വേദന അനുഭവപ്പെടാം. പൂർണ്ണമായിട്ട് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? എക്സിമ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വന്നും പോയിക്കൊണ്ടും കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് മൈൽഡ് എക്സിമയൊക്കെ ഉള്ളവരിൽ അത് അവർ മുതിർന്നു കഴിയുമ്പോൾ മിക്ക കുട്ടികളും അത് ഔട്ട്ഗ്രോ ചെയ്യും. സിവിയർ എക്സിമയൊക്കെ ഉള്ളവരിൽ അത് മുതിർന്നു കഴിയുമ്പോഴും വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് എക്സിമ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. എത്ര തരമുണ്ട് ഈ എക്സിമ എന്ന് പറയുന്നത്? എക്സിമ പലതരമുണ്ട്. എക്സിമ എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് ടേം ആണ്. അപ്പോൾ എക്സിമ നമുക്ക് പലതരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബേസിക് ആയിട്ട് എക്സിമ നമുക്ക് അതിൻ്റെ കാലയളവ്, അതായത് ഡ്യൂറേഷൻ, എത്ര നാളായി തുടങ്ങി എന്നതിനെ ബേസ് ചെയ്ത് നമുക്കതിനെ തരംതിരിക്കാം. അക്യൂട്ട് എക്സിമ, സബ് അക്യൂട്ട് എക്സിമ, ക്രോണിക് എക്സിമ എന്ന്. അപ്പോൾ ഈ അക്യൂട്ട് എക്സിമ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് പെട്ടെന്ന് വരുന്ന, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് ആ ഒരു സ്റ്റേജിൽ കൂടുതലായിട്ടും ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, പിന്നെ കൊമളകൾ വന്ന് പൊട്ടിയൊലിക്കുന്ന ഒരു അവസ്ഥ. അതാണ് അക്യൂട്ട് സ്റ്റേജിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഈ ഒരു സ്റ്റേജിൽ നല്ല ചൊറിച്ചിലുണ്ടാകും പേഷ്യൻസിന്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിലോട്ട് പോകുമ്പോൾ സബ് അക്യൂട്ട് എക്സിമ എന്ന് പറയും. അതായത് ഓവർ ഫ്യൂ വീക്സ് ടു മന്ത്സ്, അതായത് കുറച്ച് ആഴ്ചകൾ മുതൽ കുറച്ച് മാസം വരെ പോകാം. അപ്പം ഇതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ കുറച്ച് കുറവായിരിക്കും. താരതമ്യേന അക്യൂട്ട് സ്റ്റേജിനെ വെച്ച് ചൊറിച്ചിൽ കുറയും. പക്ഷേ കൂടുതലും മൊരിച്ചിലായിരിക്കും പേഷ്യൻസിൻ്റെ സ്കിന്നിൽ ഉണ്ടാകുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ക്രോണിക് എക്സിമ. അതായത് കുറച്ച് മാസങ്ങൾ കൊണ്ട് അത് എക്സിമ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്രോണിക് സ്റ്റേജിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ കട്ടി കൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ നോർമൽ സ്കിൻ മാർക്കിങ്സ് ഉണ്ട്, ഡെർമറ്റോഗ്ലൈഫിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ക്രോണിക് എക്സിമയിൽ ഈ നമ്മുടെ സ്കിൻ മാർക്കിങ്സ് ഒക്കെ കുറച്ചും കൂടി പ്രോമിനൻ്റ് ആകും. ചൊറിച്ചിൽ നല്ല പേഷ്യൻസിന് നന്നായിട്ട് അനുഭവപ്പെടും ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എക്സിമേനെ നമുക്ക് തരംതിരിക്കുന്നത്. എന്താ ഇതിനൊരു കാരണം? എന്താ എക്സിമ? പല കാരണങ്ങളുണ്ട്. എക്സിമ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്നുള്ള കാരണങ്ങൾ, അതായത് എൻഡോജീനസ് എക്സിമ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ ഉള്ള കാരണങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ, അതും ചർമ്മവും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. വളരെ അപ്പോൾ അത് ഒരു ബാലൻസിലാണ് അത് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മളെ അണുബാധകളിൽ നിന്നെല്ലാം സംരക്ഷിക്കുക ചെയ്യുന്നത്. ഈ എക്സിമയുള്ള പേഷ്യൻസിൽ ഈ നമ്മുടെ ശരീരം, നമ്മുടെ ചർമ്മം എന്തെങ്കിലും സാധാരണയായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താത്ത വസ്തുക്കളാണെങ്കിൽ പോലും നമ്മുടെ ചർമ്മം അതിനോട് കോണ്ടാക്റ്റ് വരുമ്പോൾ നമ്മുടെ ഈ രോഗപ്രതിരോധ വ്യവസ്ഥ അമിതമായിട്ട് പ്രതികരിക്കുന്നു. അത് എക്സിമയിലോട്ട് പോകുന്നു.
അതാണ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയും ചർമ്മവും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബാലൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും ദോഷകരമാകുന്ന ഒരു ഇതിലോട്ട് പോകും. അതായത് രോഗപ്രതിരോധ ശക്തി കുറയും, എക്സിമയും അതായത് ചർമ്മത്തിൽ എക്സിമയായിട്ട് അത് പ്രതിഫലിക്കും. അതുപോലെ കാലാവസ്ഥ ഇതിനെ ബാധിക്കുമോ? ചൂട്, തണുപ്പ്, അതുപോലെ വിയർപ്പ് ഒക്കെ ഈ രോഗത്തെ ബാധിക്കുമോ? യൂഷ്വലി എക്സീമ കൂടുതലായിട്ട് കാണുന്നത് തണുപ്പ് കാലാവസ്ഥയിലാണ്, വിന്റർ സീസണിലാണ് തണുപ്പ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിൽ നമ്മുടെ ചർമ്മം കൂടുതലായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡ്രൈ സ്കിൻ വരുമ്പോൾ എക്സീമ വരും, എക്സീമയിലോട്ട് അത് ഡ്രൈ സ്കിൻ കറക്റ്റായിട്ട് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് എക്സീമയിലോട്ട് പോകും. അപ്പോൾ കൂടുതൽ തണുപ്പ് കാലാവസ്ഥയിലാണ് എക്സീമ കൂടുന്നത്. ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്? അങ്ങനെ എക്സീമ ഏത് പ്രായക്കാരിലും വരാം. അത് അഗെയിൻ ഡിപ്പെൻസ്, അത് ഏത് ടൈപ്പ് എക്സീമയാണെന്ന് അനുസരിച്ചിരിക്കും. ഏത് പ്രായക്കാരിലും വരാം. കുട്ടികളിൽ വളരെ കോമൺ ആണ്. അതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് എക്സീമയുണ്ട്, ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന എക്സീമ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. യൂഷ്വലി 5 വയസ്സിന് താഴെ തന്നെ ഉള്ള പ്രായത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷേ ഏത് പ്രായക്കാരിലും എക്സീമ വരാം. ഇതിൻ്റെ ഒരു ചികിത്സയൊക്കെ ഏത് തരത്തിലാണ്? എക്സിമയുടെ ചികിത്സ ഡിപ്പെൻസ് അപ്പോൺ, അഗൈൻ ഞാൻ പറഞ്ഞതുപോലെ പലതരം എക്സിമയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതായത് എക്സോജീനസ് എക്സിമ, എൻഡോജീനസ്. എക്സോജീനസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ നിന്നുള്ള കാരണങ്ങളാൽ വരുന്ന എക്സിമ. ഉദാഹരണത്തിന് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ചർമ്മം ഒരു പർട്ടിക്കുലർ വസ്തുവിനോട് കോണ്ടാക്ട് വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന, അത് അലർജി ആയിട്ട് മാറുന്ന ഒരവസ്ഥ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ഹെയർ ഡൈ അലർജി. അത് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരിൽ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ചൊറിച്ചിലും പാടുകൾ, റാഷസും പിന്നെ കോമളകൾ പൊട്ടിയൊലിക്കുന്ന ഒരവസ്ഥയിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ഉള്ളത് റബ്ബർ അലർജി, അതായത് റബ്ബർ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവരിൽ ആ റബ്ബർ കോണ്ടാക്ട് വരുന്ന ഭാഗങ്ങളിൽ മാത്രം എക്സിമയായിട്ട് വരിക. സിമെന്റ് അലർജി, അതായത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിലൊക്കെ ഈ സിമെന്റിന്റെ പൊടി തട്ടുന്ന ഭാഗങ്ങൾ, മെയിനായിട്ട് കൈ, കാല്, ആ ഭാഗങ്ങളിൽ അലർജി ആയിട്ട് വരുന്നു. പിന്നെ നിക്കൽ അലർജി, അത് നിക്കൽ എന്ന മെറ്റലിനോടുള്ള അലർജിയാണ്. അതായത് കൂടുതലും നമ്മൾ ഈ വാച്ചിന്റെ സ്ട്രാപ്സ്, ബെൽറ്റിന്റെ ബക്കിള്, ജീൻസിന്റെ ബക്കിള്, സേഫ്റ്റി പെൻസ്, ആ ഭാഗങ്ങൾ ചർമ്മമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗത്ത് മാത്രമേ അലർജി ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ക്ലൂ. അപ്പോൾ അതിനോടുള്ള അലർജി. പിന്നെ ഏറ്റവും വളരെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടമ്മമാരിൽ കാണുന്ന ഹൗസ് വൈഫ് എക്സിമ, അതായത് സോപ്സ്, ഡിറ്റർജൻറ്റ് പൗഡേഴ്സ്, അതിനോടുള്ള അലർജി. അപ്പോൾ മെയിനായിട്ട് അത് കയ്യിലായിരിക്കും ഇങ്ങനെ കൊമളകൾ വന്ന് പൊട്ടിയൊലിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അത് ഒരു തരം അലർജിക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. വേറൊരു ടൈപ്പ് എക്സിമ, എക്സോജീനസ് പുറമേ ഉള്ള കാരണങ്ങൾ കൊണ്ട് വരുന്നത് ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മളൊരു പുതിയ ക്രീമോ ഓയിൻമെൻറ്റോ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടുമരുന്നോ എന്തെങ്കിലും നമ്മൾ പുതുതായിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് കോണ്ടാക്ട് വരുന്ന, ആ ചർമ്മത്തിൽ കോണ്ടാക്ട് വരുന്ന ഭാഗത്ത് മാത്രം കൊമളകൾ വന്ന് പൊട്ടിയൊലിക്കുന്നത്. പിന്നെ ഉള്ളത് ഇറിറ്റന്റ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് ഒരിത്. പിന്നെ എൻഡോജീനസ് എക്സിമ. എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന എക്സിമയാണ്. അത് പല കാരണങ്ങളുണ്ടാവും. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏറ്റോപിക് എക്സിമ അല്ലെങ്കിൽ ഏറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നത്. യൂഷ്വലി ഒരു 5 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഈ കുട്ടികളിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ഭയങ്കര വരൾച്ച, മൊരിച്ചിൽ നന്നായിട്ടുണ്ടാകും. സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആകുക, അതായത് എന്തെങ്കിലും ഒരു ചെറിയ തട്ടലോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും സ്കിൻ ഓവറായിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിൽ ഈ ഏറ്റോപിക് എക്സീമയുള്ള കുട്ടികളിൽ ഒരു 50% കുട്ടികളിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മറ്റ് അലർജികളും കണ്ടുവരാറുണ്ട്. ലൈക്ക് ആസ്തമ, ഈ പൊടിയൊക്കെ തട്ടുമ്പോൾ മൂക്കൊലിപ്പ്, മൂക്കോട് അടപ്പ്, തുമ്മൽ, അതൊക്കെ കണ്ടുവരാറുണ്ട്. എട്ടോപിക് എക്സീമയിൽ ഒരു 75% കുട്ടികളിലും ഒരു പാരമ്പര്യം, ജെനറ്റിക് ഇത് കാണാറുണ്ട്, ഒരു ഫാക്ടർ. അതായത് അവരുടെ പാരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്കോ ഒരു അലർജിയുടെ ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ള വേറൊരു ടൈപ്പ് ഓഫ് എക്സീമ എന്ന് പറയുന്നത് സെബോറിക് എക്സീമ. അതായത് നമ്മുടെ താരൻ, ഡാൻഡ്രഫ്. അതായത് താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്, ഒരു പൂപ്പലാണ്, മെലസീസിയ എന്ന് പറഞ്ഞ ഒരു പൂപ്പല. അതിനോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുമ്പോഴാണ് സെബോറിക് എക്സീമ ഉണ്ടാകുന്നത്. അപ്പോൾ താരനൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാരിൽ ഈ സെബോറിക് ഏരിയാസ് ഉണ്ട്. നമ്മുടെ എല്ലായിടത്തും വരില്ല അത് ടിപ്പിക്കൽ സെബോറിക് ഏരിയാസ്. അതായത് നമ്മുടെ തലയൊട്ടി, ചെവിയുടെ പുറകിൽ, മൂക്കിൻ്റെ സൈഡ്, ചെസ്റ്റ്, ബാക്ക് എന്നീ ഭാഗങ്ങളിൽ എക്സീമ വരുന്നു. ഇടുക്ക് ഭാഗങ്ങളിൽ
എക്സീമയായിട്ട് ഈ ചൊറിച്ചിലും തടിപ്പും ഒക്കെ ആയിട്ട് വരും. അതാണ് സെബോറിക് എക്സീമ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്റ്റേസിസ് എക്സിമ, അതായത് വാരിക്കോസ് വെയിൻസ്, തടിച്ചു കിടക്കുന്ന പടഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ. അപ്പോൾ രക്തയോട്ടം ശരിയാവില്ല കാലിൽ കൂടെയുള്ള, അപ്പോൾ വാൽവ്സിൻ്റെ ഇൻകോമ്പിറ്റൻസി ഒക്കെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി കാലിൻ്റെ കണങ്കാല് അവിടെയായിട്ട് എക്സിമയുടെ ലക്ഷണങ്ങൾ വരുന്നു. അതാണ് സ്റ്റേസിസ് എക്സിമ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ടൈപ്സ് ഓഫ് എക്സിമ. അപ്പം നമ്മുടെ ചികിത്സ ഏത് തരം എക്സിമയാണെന്നനുസരിച്ചിരിക്കും. ഏത് തരം എക്സിമയാണെന്നനുസരിച്ചിരിക്കും അതിൻ്റെ സിവിയറിറ്റി, അതായത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ, അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ഒരു രോഗി ആസ് എ ഹോൾ, അതായത് ഓരോ രോഗിക്കും അവരുടെ പല കാര്യങ്ങളുണ്ടാകും. അതായത് അവർക്ക് വേറെ അസുഖങ്ങൾ, ഷുഗർ, ബ്ലഡ് പ്രഷർ, അങ്ങനെ പല അസുഖങ്ങൾ ആസ് എ ഹോൾ. അപ്പോൾ ഓരോ രോഗിക്കും ചികിത്സ നിർണ്ണയിക്കുന്നത് ഒരു ഡയറക്റ്റ് ഡോക്ടർ പേഷ്യൻ്റ് കണ്ട് നിർണ്ണയിക്കേണ്ടതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ മൈൽഡ് ടു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എക്സിമ, അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുന്ന പുരട്ടുന്ന ഓയിൻമെൻറ്റ്സ്, ക്രീംസ്, മൈൽഡിലൊക്കെ ആണെങ്കിൽ പുരട്ടുന്ന ഓയിൻമെൻറ്റ്സും ക്രീംസൊക്കെ വെച്ച് നമുക്കത് കൺട്രോളിൽ വെക്കാൻ പറ്റും. ചൊറിച്ചിലിന് കൊടുക്കുന്ന ചെറിയ മരുന്നുകൾ, ഉള്ളിലേക്ക് എടുക്കുന്ന മരുന്നുകൾ, മോയ്സ്ചറൈസർ, അതായത് സ്കിന്ന് ഡ്രൈ ആവാതെ നോക്കാനുള്ള മോയ്സ്ചറൈസേഴ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിവിയർ എക്സിമയിലോട്ട് പോകുമ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ കൂടാതെ ഈ പുരട്ടുന്ന ക്രീംസും ഓയിൻമെൻറ്റ്സും മോയ്സ്ചറൈസേഴ്സും വേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സിമയുടെ ചികിത്സയിൽ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഞാൻ പറഞ്ഞു പലതരം എക്സിമയുണ്ട്. അപ്പോൾ ഈ എക്സോജീനസ്, അതായത് നമ്മുടെ ശരീരത്തിന് പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന എക്സിമ, ലൈക്ക് അലർജിക് കോണ്ടാക്ട്, ഹെയർ ഡൈ അലർജി, അല്ലെങ്കിൽ സിമെൻ്റ് അലർജി, പുറമേ നിന്നുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ താരൻ കൊണ്ടുവരുന്ന അലർജി, സെബോറിക് എക്സിമ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈലിലും കൂടി നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഹെയർ ഡൈ അലർജി ഉള്ള ഒരാളാണെങ്കിൽ ഹെയർ ഡൈ ഒഴിവാക്കണം. അപ്പം മിക്ക ഹെയർ ഡൈസിലും PPD, അതാണ് ഈ ഹെയർ ഡൈ അലർജി ഉണ്ടാക്കുന്ന വസ്തു. അപ്പോൾ അതില്ലാതെ ഹെയർ ഡൈസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഹെയർ ഡൈ മൊത്തമായിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ റബ്ബറിനോട് അലർജി ഉള്ള ആൾക്കാർ റബ്ബർ ചെരുപ്പ് ഒഴിവാക്കിയിട്ട് തുണിയുടെ ഷൂസ് അല്ലെങ്കിൽ തുണിയുടെ ചെരുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് ട്രിഗർ ചെയ്യുന്നത്, അലർജി എന്ത് ആണ് ഉണ്ടാക്കുന്നത്, ആ ട്രിഗർ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ഇപ്പം എറ്റോപ്പിക് എക്സീമയുള്ള കുട്ടികളാണെങ്കിൽ സ്കിൻ ഡ്രൈ ആവാതെ നോക്കണം. ഓൾറെഡി അവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈയും സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്കിൻ ഡ്രൈ ആവാതെ നോക്കണം. റെഗുലറായിട്ടൊരു മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, അതായത് പരമാവധി ലൈറ്റ് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. അത് കുട്ടീനെ പരിപാലിക്കുന്നവരും അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ നമ്മുടെ വീടുകളിൽ കാണുന്ന പൊടി, യൂഷ്വലി കാർപ്പറ്റ്സ്, കേർട്ടൻസ്, സോഫ കവർ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഈ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ്, അവരുടെ അതിൻ്റെ പൂട, അപ്പോൾ അതൊക്കെ ഈ കുട്ടികളിൽ അലർജി കൂട്ടാൻ കൂട്ടിയേക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണം. അല്ലെങ്കിൽ റെഗുലർ വാക്യൂം ക്ലീനിങ്, വെറ്റ് മോപ്പിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ പൊടി പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് എന്തുകൊണ്ടാണ് അലർജി വരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ട്രിഗർ അവോയ്ഡ് ചെയ്യുക. അതാണ് എക്സിമയുടെ ചികിത്സയിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി വളരെ നന്ദി ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. ഡോക്ടറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.